ഓരോ രാവും ഓരോ പകലും കൊഴിയും തോറും ലാത്ത് രണ്ടാമത് ആരാധിക്കപ്പെടും, ഉസ്സ രണ്ടാമത് ആരാധിക്കപ്പെടും. എന്റെ മാന്യ മുസ്ലിം സഹോദരങ്ങളെ, ഓരോ മുസ്ലിമും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട പ്രവാചകന്റെ വാചകമാണിത്. ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, രാവും പകലും പോവുകയില്ല, നീങ്ങുകയില്ല. ഹത്താ തുഅബദൽ ലാത്ത് വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും രണ്ടാമത് ആരാധിക്കപ്പെടുന്നത് വരെ. മക്കം ഫതഹിന്റെ ദിവസം വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പെടലിക്ക് പിടിച്ച് പുറത്തേക്കെറിഞ്ഞ് ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ അടിച്ചു തകർത്ത ലാത്ത, ആ ലാത്ത ഇവിടെ രണ്ടാമത് ആരാധിക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് മുസ്ലിം സമൂഹത്തെ അങ്ങനെ കൊണ്ടുപോകുന്നത്? മറ്റാരുമല്ല, ഈ സമൂഹത്തിലെ മലഉകൾ, ഈ സമൂഹത്തിലെ നേതാക്കന്മാർ, ഈ സമൂഹത്തെ നേർവഴിക്ക് നയിക്കേണ്ട നായകന്മാർ. ആ നായകന്മാർ തന്നെ ഈ ലാത്തയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, ഉസ്സയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, അള്ളാഹുവിന് പുറമെയുള്ള പടപ്പുകളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു ആരോപണം ഉന്നയിക്കുകയല്ല, ഒരാളെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി പറയുന്നതല്ല, നേരെ മറിച്ച് വ്യക്തമായി നമുക്കത് കാണാൻ കഴിയുന്നു. ഒരു പണ്ഡിതനോടുള്ള ചോദ്യവും ആ ചോദ്യത്തിന് ആ പണ്ഡിതൻ നൽകുന്ന ഉത്തരവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഞാൻ പറയുന്ന ഈ കാര്യത്തിലുള്ള തെളിവാണ് എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ലാത്ത മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ്, അല്ല അഥവാ ഔലിയാക്കളിൽ സ്വാലിഹീങ്ങളിൽ പെട്ടതല്ലാത്ത ആളല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പാടില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. സൂറത്ത് നജ്മിന്റെ വിശദീകരണമായി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്കലാനി ബുഖാരിയുടെ ഹദീസിന്റെ വിശദീകരണമായി ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ 16-ാമത്തെ വാള്യത്തിൽ അതിന് വ്യക്തമായി വിശദീകരണം കൊടുത്തിട്ടുണ്ട്. റിജാലിൻ സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാത്തയെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്ന് ഇബ്നു ഹജർ അസ്കലാനി അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലാത്ത മുസ്ലിമല്ല, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമദിയത്ത് അല്ലാഹുവിന് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ലാത്ത ഒരു ഔലിയ, ഒരു സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ അത് ശിർക്കാകുമോ അല്ലയോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. ഇബ്നു ഹജർ അസ്കലാനി അവിടെ 3 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് അതിൽ കേവലം ദുർബലമായ ഒരു അഭിപ്രായമാണ്. അഥവാ 3 അഭിപ്രായം കീല, ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ. ഒന്ന്, വിഗ്രഹത്തിന്റെ പേരാണ് അസ്നാമി, വിഗ്രഹങ്ങളുടെ പേരാകുന്നു എന്ന് ഫത്ഹുൽ ബാരിയിലുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ കുറെ നല്ലവരാകുന്ന സാലിഹ്യങ്ങളുണ്ട്, ആ സാലിഹ്യങ്ങളുടെ പേരും ആണെന്ന് അഭിപ്രായമുണ്ട് എന്നാണ് ഫത്ഹുൽ ബാരിയിലുള്ളത്. ആയിക്കോട്ടെ, അഭിപ്രായം എടുക്കുകയാണെങ്കിൽ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു വലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ വലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവുകൊടുത്തുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ വലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാഫ് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയമാണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ഏതുപോലെ ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. എന്നാൽ ഇതിന് എതിരായി ബദരീകളെ കാക്കണേ, മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഏതെങ്കിലും മുജാഹിദുകളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മുജാഹിദ് പറഞ്ഞിട്ടില്ല. മുജാഹിദിന്റെ തിരിച്ചു വാദെന്താണെന്ന് അറിയാമോ? ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ്. അപ്പൊ ഞങ്ങളുടെ വാദം സഹായം ചോദിക്കൽ അല്ലേ? സഹായം നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്ക് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരട്ടിമറി വാദം, വിശ്വാസ സഹായം ചോദിക്കൽ. അതിനാണ് സുന്നികൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കൽ. അതിനാണ് അത് പറയാതെ സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് പറയുമ്പോ അങ്ങനെ വല്ല ആയത്തും വേണ്ടേ? അല്ലദീന യസ്തഗീസുന വയറല്ലാഹ്,
അല്ലദീന യസ്തഗീസുന ഗൈറല്ലാഹ് വല്ലദീ യസ്തഗീസു ഗൈറല്ലാഹ്. ഇങ്ങനെ നല്ല ആയത്തുകാരുണ്ട്. യാതൊരു ആയത്തും ഇനി അവതരിക്കുന്ന പ്രശ്നമില്ല, ഇതുവരെ അവതരിച്ചതിലില്ല. പിന്നെന്ത് ചെയ്യും? 150 ആയത്തിൽ അതുണ്ട്, 250 മറ്റൊന്ന് പറയുന്നത് മറ്റത്. നിങ്ങൾ പറഞ്ഞ മറ്റതെന്താ മനസ്സിലായില്ല. ഇവിടെ ഇസ്തിഗാസയാണ് വാദം. ഇസ്തിഗാസയാണ് ഡിക്ഷണറി. അറബി മലയാള ഡിക്ഷണറികളുണ്ട്. എത്രയോ ഡിക്ഷണറി. മുജാഹിദ് എഴുതിയതുണ്ടാവും, സുന്നി ജമാഅത്ത് എല്ലാവരും എഴുതിയതുണ്ടാവും. അവിടെ ഇസ്തിഗാസയുടെ അർത്ഥമുണ്ട് സഹായം. അതല്ലേ ഈ ഇസ്തിഗാസ ഞങ്ങൾ പറയുന്നത് മറ്റുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. നിങ്ങളെ മറുപടി വിളിച്ചു പ്രാർത്ഥിക്കൽ. അപ്പൊ ഇസ്തിഗാസന്റെ അർത്ഥം വിളിച്ചു പ്രാർത്ഥിക്കൽ എന്നോ? VS അച്യുതാനന്ദന്റെ ഒരു ഡ്രൈവർ രാജനുമായി എനിക്ക് ബന്ധമുണ്ടെങ്കിൽ ആ രാജനെ ഞാൻ മാധ്യമമാക്കുകയാണ് VS അച്യുതാനന്ദന്റെ അടുത്തിലേക്ക് കാര്യം കിട്ടാൻ. അപ്പൊ ഞാൻ അവിടെ മാധ്യമമാക്കുന്നത് രാജനെ. രാജൻ എന്റെ വസീലയാണ്, മാധ്യമമാണ്. അയാളെ തവസ്സുലാക്കിയിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ സമീപിക്കുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് ചെന്നിട്ട് പറയാം, ഞാൻ രാജന്റെ അയലോക്കക്കാരനാണ്, അതുകൊണ്ട് എന്റെ ഈ ആവശ്യമൊന്ന്. ഇത് രാജനെ വസീലയാക്കലാണ്. ഇതിനും പറയും ഇസ്തിശ്ഫാഉം ബിരാജൻ. രാജനെ കൊണ്ട് ശഫാഅത്ത് നേടി. മനസ്സിലായോ? ഇസ്തിശ്ഫാഉം ബിരാജൻ എന്ന് പറയാം. ചിലപ്പോൾ ഞാൻ രാജന്റെ വീട്ടിൽ ചെന്നിട്ട് അതിന്റെ മുമ്പ് പറയും, എടോ ഞാനും നീയും ഒപ്പം പഠിച്ചതല്ലേ, ഒപ്പം വളർന്നതല്ലേ, നിനക്കെന്നെ ഓർമ്മല്ലേ, ഞാനിപ്പോ ഒരു വലിയ ആപത്ത് പെട്ടിരിക്കുകയാണ്. ആ ആപത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ VS ഒന്ന് ഒപ്പിട്ട് തരണം. അതിനിപ്പോ നിന്നെ കൊണ്ട് കഴിയും. നീ എന്റെ കാര്യം ശരിയാക്കി തരണം രാജൻ, പ്ലീസ്, നീ എന്റെ കാര്യം ശരിയാക്കി തരണം രാജൻ എന്ന് വസീലയായ രാജനോട് ഞാൻ ആവശ്യപ്പെട്ടാൽ അതും രാജനോട് ഒപ്പിടാൻ ആവശ്യപ്പെടില്ല. കാര്യം ചെയ്തു തരേണ്ട VSന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം രാജനോട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ രാജനോട് ശഫാഅത്ത് ചെയ്യാനല്ല ആവശ്യപ്പെടുന്നത്, പ്ലീസ് നീ ശരിയാക്കി തരണം രാജൻ എന്നാ പറയാം. മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിന്റെ പരിശ്രമം പരമാവധി നീ ചെയ്യണം എന്നാണ്. ഈ അർത്ഥത്തിൽ നമ്മൾ ഔലിയാക്കളോട് പറയാറുണ്ട്, ബഹുമാനപ്പെട്ട ഔലിയ, ഇവിടെ കിടക്കുന്ന മഹാനെ, ബദരീങ്ങളെ, ഞങ്ങൾ വിഷമത്തിലാണ്, ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾ പ്രയാസത്തിലാണ്, നിങ്ങൾ ഞങ്ങളെ കാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളെ കാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം എന്നാ. ഇതിന്റെ പേരാണ് ഇസ്തിശ്ഫാ. ഇത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ആ ഇസ്തിശ്ഫായിൽ പെട്ടതാണ് വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ഞാൻ കാവലെന്നോവർ എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ നോക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്ന് ആ കാര്യം നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ട എന്തും ഞാൻ ചെയ്യാം, അവിടെ ഞാൻ ശുപാർശ ചെയ്യാം എന്ന ഓഫറാണ്. ഈ ഓഫർ വെച്ച് നമ്മൾ ശൈഖിനെ വിളിച്ചാൽ ആ ശുപാർശ കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം ഇസ്തിശ്ഫാ എന്ന് അതിന് പറയാം. ഈ ഇസ്തിശ്ഫായിനെ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത് ദുരുപയോഗമാണ്, അർത്ഥം തിരിയാത്തവന്റെ വിവരക്കേടാണ്. അതാണ് നിങ്ങളോട് ഞാൻ പ്രാർത്ഥനയുടെ അർത്ഥം ചോദിപ്പിച്ചത്, നിങ്ങളെ കുഴക്കാനല്ല. ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ നമ്മുടെ വിശ്വാസമോ ഹബീബ് മരിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചിട്ടില്ല. അല്ലേ? ഇൻഷാ അല്ലാഹ് മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ ജീവനോടെ നമ്മുടെ പരിപാടി കേൾക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരടക്കമുള്ളവർ മരിച്ചുപോയവരാണെങ്കിലും അവരെ വിളിച്ചുകൊണ്ട് ബദരീങ്ങളെ കാക്കണേ, മമ്പുറം തങ്ങളെ രക്ഷിക്കണേ, യാ റസൂലുള്ളാഹ് കൈപിടിക്കണേ, ഔസുല്ലാഹമേ കാക്കണേ. ഇത് ഉമ്മമാര് പണ്ട് കാലത്ത് ചൊല്ലാറുണ്ട്, ചെറിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സൂര്യയും മറ്റുള്ള ദീനമടങ്കരും ബദരീങ്ങളെ ബറക്കത്തിന് ചിഫയാക്കണം യാ റബ്ബനാ. നമ്മൾ ബദരീങ്ങളെ പേര് പറയാറുണ്ട്. എന്താ കാരണം? അവർ മരിച്ചവരാണെങ്കിലും മരിച്ചവരല്ല. ഇതാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. ആ വിശ്വാസമാണ് പടച്ചറപ്പൻ പഠിപ്പിക്കുന്നത്. അവിടെ വെച്ച് അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ടിക്കറ്റ് കൊടുത്തു ഞങ്ങള്
തങ്ങളെ, അവരുടെ തങ്ങളെ, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങളെ, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങളെ, ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങളെ. പ്രാർത്ഥിപ്പിക്കുകയും ചെയ്ത് പാമര ജനങ്ങളെ വഴികേടിലാക്കുന്ന മജ്ലിസുകൾ, ഇത്തരം മജ്ലിസുകൾക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സുന്നികൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പോലെയുള്ള പ്രമുഖരുടെ പിന്തുണയും ആശീർവാദവും കൂടിയാകുമ്പോൾ അങ്ങോട്ട് ഒഴുകുന്നത് ജനലക്ഷങ്ങളാണ്. ഈ മജ്ലിസിന്റെ ഇടയിൽ ഇതിൽ പങ്കെടുത്ത കാന്തപുരം ഉസ്താദ്, ഉള്ളാളത്ത് തങ്ങളും, പേരോടും അങ്ങനെ കണ്ട എല്ലാ പണ്ഡിതന്മാരും സാദാത്യങ്ങളുടെയും അവരുടെ ഒരു അഭിമുഖമായി ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ കുമിഞ്ഞുകൂടുന്ന ലക്ഷങ്ങളും ആഭരണങ്ങളും പോക്കറ്റിലാക്കി ഉപജീവനം നടത്തി തടിച്ചു കൊഴുക്കുന്ന പുരോഹിത വർഗത്തിന്റെ വഞ്ചനയുടെ വാതായനങ്ങൾ തുറക്കുന്ന പ്രഭാഷണം. ഞങ്ങൾക്ക് ഹജ്ജിന് പോകണമല്ല, ഉംറ ചെയ്യണമല്ല, നീ തൗഫീഖ് തരണയല്ല, ചെയ്ത ഹജ്ജ് ഉംറകൾ സ്വീകരിക്കണയല്ല, മദീനത്ത് പോകണമല്ല, മദീനത്ത് പോകണമല്ല. നിങ്ങളെ നേതാവാണല്ലോ റബ്ബ്, നിങ്ങളെ നേതാവാണല്ലോ റബ്ബ്, ഉമ്മത്തിനെ ശുദ്ധിയാക്കാൻ വന്നതാണല്ലോ റബ്ബ്, ഞങ്ങളെ നേതാവാണല്ലോ റബ്ബ്. ഞങ്ങൾക്ക് മദീനത്ത് പോകണമല്ല, നീ അവസരം തരണയല്ല, നീ അവസരം തരണയല്ല. അങ്ങ് മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്, ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്. വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെമ്മക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്, ഇത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലോ തങ്ങള്. ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്. ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാപികളാണ് തങ്ങള്, പാവങ്ങളെ കള്ള പൊറുക്കണം തങ്ങള്, റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, സഹായിക്കണം തങ്ങള്, കൈപിടിച്ച് രക്ഷിക്കണം തങ്ങള്, ഞങ്ങൾ വഷളാക്കല്ല തങ്ങള്. ഉമ്മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, അവിടുത്തെ സ്നേഹിച്ച് കൂടിയവരാണ് തങ്ങള്, ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്, ഇത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങള്. കരുണയുടെ നോട്ടം വേണം തങ്ങള്, അവിടുത്തെ പൊരുത്തം വേണം തങ്ങള്. ഞങ്ങൾ ഹായിബാക്കല്ല തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, അത്താണിയായ തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്. മുത്തീങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്, ഞങ്ങൾ ഉമ്മയായ തങ്ങള്, ഉപ്പയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചവരാണ് തങ്ങള്. ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്. വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, അതിന്റെ പ്രതിഫലം വേണം തങ്ങള്, 1000 മാസവും വേണം തങ്ങള്, അതിനൊന്നും കുറയരുത് തങ്ങള്. ഞങ്ങൾക്ക് വേണം തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ദുഃഖിൽ നിന്ന് വന്നവരാണ് തങ്ങള്, ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്, അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കണം തങ്ങള്, ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്. മുത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണചന്ദ്രൻ 2 പിളർപ്പാക്കിയ തങ്ങള്, മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, രക്ഷിക്കണ